वनज स्तुति पात्र पावन चरित्र रवि सोमवरनेत्र रमणीय गात्र सीता कल्याण वैभोगमे रामा कल्याण वैभोगमे भक्तजन परिपाल भरिता शरजादा भुक्ति मुक्ति दलिला भूदेव पाल सीता कल्याण वैभोगमे रामा कल्याण वैभोगमे आमरसुर भीम परिपूर्ण कामा श्याम जगत अभिराम साकेत धाम सीता कल्याण वैभोगमे रामा कल्याण वैभोगमे सीता कल्याण वैभोगमे रामा कल्याण वैभोगमे भक्तजन परिपाल भरिता शरजादा भुक्ति मुक्ति दलिला भूदेव पाल सीता कल्याण वैभोगमे रामा कल्याण वैभोगमे ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോ ഇന്നത്തെ നമ്മള് അധികം വീഡിയോസും കാര്യങ്ങളും നമ്മളിപ്പോ അധികം ഇടാറില്ല. തിരക്കാണ്. ജോലി കാര്യങ്ങളാണ്. അതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ജോലി കാര്യങ്ങള്, പിന്നെ രണ്ടെന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ നല്ല സ്റ്റോമിന്റെ സമയമാണ്, വിന്ററാണ്. പ്രത്യേകിച്ച് നമുക്ക് ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഇല്ല. വീട് അതെ, വീട് ജോബ്. അതെ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ എന്റർടൈൻമെന്റ് ഞാനും അജുവായിട്ട് കണ്ടുപിടിക്കും. പിന്നെ അത് നമ്മൾ വ്ളോഗ് ആയിട്ടൊന്നും ചെയ്യാറില്ല. അതിന്റെ നമ്മൾ ആ ഒരു ടൈം എൻജോയ് ചെയ്തങ്ങ് വിടാണ്. അപ്പൊ ഇന്നത്തെ ട്രിപ്പിന്റെ പ്രത്യേകത പറയൂ. നമ്മുടെ ആനിവേഴ്സറി ആണ് ഗൈസ്. എത്രാമത്തെ? മൂന്നാമത്തെ ആനിവേഴ്സറി. 11th February 2021 നമ്മൾ കല്യാണം കഴിച്ചത്. 2022 നമ്മൾ കല്യാണം കഴിച്ചത്. നാളെ ഇന്ന് 10th Feb അല്ലേ? അപ്പൊ നമ്മള് വേറെ ദൂരെ എങ്ങും പോകുന്നില്ല. നമ്മൾ വിചാരിച്ചു ചെറിയൊരു ട്രിപ്പ്. ആക്ച്വലി നമ്മളിപ്പോ ബ്രിഡ്ജ് വാട്ടറിന്ന് ഒരു 4 മണിക്കൂർ നമ്മുടെ ന്യൂ ബ്രൺസ്വിക്കിൽ മോങ്ടൺ അടുത്ത് ഷെരിയാക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പൊ അങ്ങോട്ടേക്കാണ് നമ്മൾ ചെറിയൊരു സ്റ്റേ എടുത്തിട്ട് നമ്മുടെ പ്രൊവിൻസ് വിട്ട് നമ്മളെ വീടും എല്ലാം വിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു ട്രിപ്പ്, ഒരു 2 nights and 3 days. വേറെ ആക്ടിവിറ്റീസ് ഒന്നും നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല. ഞാനും അജു മാത്രം ആ വീട്ടില്
വീട്ടിൽ പോവാ. പിന്നെ നമ്മൾ മാത്രമല്ല ഇപ്രാവശ്യം ട്രിപ്പിന് നമുക്ക് കൂടെ വേറെ ആൾ കൂടി ഉണ്ട്. അപ്പൊ അവന് ആക്ച്വലി നമ്മളിപ്പോ ക്രൈറ്റിനകത്താണ് വെച്ചേക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവനെ ഇപ്പൊ നമ്മള് വണ്ടിക്കകത്ത് ഓപ്പൺ ആയിട്ട് വിടുകയാണെങ്കിൽ അവൻ ഭയങ്കര എന്താ പറയാ ഇൻകൺവീനിയന്റ് അവന് അവന് ഭയങ്കര ഡിസ്റ്റർബ്ഡാ, ബാലൻസ് ഇഷ്യൂ ഉണ്ട്. അവൻ എപ്പോഴും ഇങ്ങനെ ഭയങ്കര അപ്പൊ നമ്മള് വിചാരിച്ചു ഇത്രയും ട്രാവൽ ഉള്ളതല്ലേ, നമുക്ക് ചെറിയ ട്രാവലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. 4 hours ഒക്കെ ഞങ്ങൾ വെച്ച് പീസ്ഫുൾ ആയിട്ട് അവിടെ ഇരുന്നോട്ടെ. ക്രേറ്റിൽ അവൻ യൂസ്ഡ് ആണ്. എല്ലാം ക്രേറ്റിൽ കിടന്നേ ഉറങ്ങുള്ളൂ. അപ്പൊ നമ്മള് വെച്ച് അവനെയും കൂടെ കൊണ്ടുവന്നല്ലേ. അപ്പൊ ഒരു റീസൺ നമ്മൾ ഈ അടുത്തെടുക്കാൻ കാര്യം തന്നെ അവനാണ്. ഈ ഒരു ആനിവേഴ്സറിക്ക് അവനെയും കൂടെ കൊണ്ടുപോകണം നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. വേറെ ദൂരെയൊക്കെ ആണെങ്കിൽ നമുക്ക് കൊണ്ടുപോകാനും പാടാവും, അതേപോലെ തന്നെ എക്സ്പെൻസീവ് ആയിരിക്കും. ഇതാകുമ്പോ അഫോർഡബിൾ ആണ്, നമ്മുടെ കയ്യിൽ നിൽക്കുകയും ചെയ്യും. അപ്പൊ നമ്മള് വിചാരിച്ചു ഈ ഒരു ആനിവേഴ്സറി ഒരു ചെറിയൊരു ട്രിപ്പായിട്ട്, പക്ഷെ നല്ലൊരു ട്രിപ്പായിട്ട്. ഇപ്പൊ സമയം 12 മണി, 4 മണിക്കാണ് അവിടെ ചെക്ക് ഇൻ. ഓൾമോസ്റ്റ് ഒരു എത്ര മണിക്കൂറുണ്ടാ? ഒരു 3-3.5 മണിക്കൂറേ ഉള്ളൂ. നമ്മൾ ആക്ച്വലി കുറച്ച് നേരത്തെ എത്തും, പക്ഷെ നമ്മള് ഇടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഒക്കെ എടുത്ത് നന്നായിട്ട് ഫുഡ് കഴിച്ചില്ല. ഒരു ബ്രേക്ക് ഒക്കെ എടുത്ത് നമുക്ക് പോവാന്ന് വെച്ചു. അപ്പൊ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം. പക്ഷെ ഒരു ദിവസത്തെ ഒന്നല്ല 2 ദിവസത്തെ ട്രിപ്പ് ആണെങ്കിലും ഉണ്ടല്ലോ, വണ്ടി നേരെ സാധനം കേട്ടോ. എന്ത് സംഭവം അറിയില്ല. ആക്ച്വലി അവിടെ നമുക്ക് ഫുഡൊക്കെ ഞാൻ പറഞ്ഞ അജു ഇപ്പൊ നമുക്ക് അവിടെ കുക്ക് ചെയ്ത് ചില്ല് ചെയ്യണമെന്ന് പറഞ്ഞു. കുക്ക് ചെയ്യാനുള്ള ഇതെടുത്തിട്ട് ഇപ്പൊ വീട് കാലിയായി. അതെ, രാവിലെ ഐറ്റംസ് എല്ലാം ഇറങ്ങാൻ നേരത്ത് വീട് ഫുള്ള് കയ്യിലിട്ടിരിക്കുക. മസാല ഇൻക്ലൂഡിങ് മസാല വരെ എടുത്ത് വണ്ടിക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേറെ ആക്ടിവിറ്റീസ് ഒന്നും അവർ ഓൺ ടൈം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അവർ ഓൺ ടൈം ഉദ്ദേശിക്കുന്നത് നമുക്ക് ജോബില്ല, വേറെ തിരക്കില്ല, വേറെ ഒന്നുമില്ല. ഒരു സ്ഥലത്ത് നമ്മൾ ഒഴിഞ്ഞു പോയി സ്വന്തമായിട്ട് കുക്ക് ചെയ്യുക, സ്വന്തമായിട്ട് കഴിക്കുക, സ്വന്തമായിട്ട് ചില്ല് ചെയ്യുക. അപ്പൊ അതാണ് നമ്മുടെ പ്ലാൻ. അപ്പൊ എന്തായാലും ബാക്കി വിശേഷം പറഞ്ഞ പോലെ നമുക്ക് വഴിയെ കാണാം. തേരാ മേരാ ജീവൻ ഒരു കാലക്കേടില്ലാണേ, ബനാനെ ഒരു പൂ തരാമോ, ബനാനെ ഒരു കായ് തരാമോ. വിശപ്പിന്റെ വിളി മാറിയെന്ന് തോന്നുന്നല്ലോ. എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നു കേട്ടോ. അപ്പൊ ഞാൻ ഡൗൺ ആയി. എനിക്ക് വിശന്നു, ഭയങ്കര വിശന്നു പോയി. കാരണം നമ്മൾ എപ്പോഴാണ് കഴിക്കുന്നത്? എപ്പോ എണീറ്റോ നമ്മള്? അതെ, എപ്പോഴും ഞാൻ ഉറങ്ങിയിട്ടില്ല. അതെന്റെ മിസ്റ്റേക്ക് അല്ല. ആക്ച്വലി സംഭവിച്ചാൽ ഞാനൊരു എക്സ്ട്രാ എന്തായാലും 3 ദിവസം ഓഫ് അല്ലെന്ന് വെച്ചാൽ ഞാൻ എക്സ്ട്രാ ഒരു ഷിഫ്റ്റ് പിക്ക് ചെയ്തു കേട്ടോ. അതായത് രാത്രി 11 മണിക്ക് കയറിയിട്ട് രാവിലെ 7 മണിക്ക് ഇറങ്ങി. എന്നിട്ട് വീട്ടിലെത്തിയപ്പോൾ 7:30 പാക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു നേരമായി. അത് കാരണം ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല. ഏകദേശം 1 മണിക്കൂറോളം ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് വിശപ്പിന്റെ വിളിയും ഉറക്കത്തിന്റെ വിളിയും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ഞാൻ പതുക്കെ സൈഡാക്കി സ്റ്റിയറിംഗ് ഡോക്ടർ സുഗു ഡ്രൈവർ സുഗുവിന് കൊടുത്തു. ഡ്രൈവർ സുഗു ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു. ഏറപ്പൻ അവിടെ കിടന്ന് നല്ല ഉറക്കമാണ് ബാക്കി കിടന്നിട്ട്. ഫുഡ് കഴിച്ചിട്ടില്ല. രാവിലെ നമ്മള് ഫുഡ് കൊടുത്ത് പക്ഷെ അവൻ കഴിച്ചില്ല. സംഭവം നമ്മളെല്ലാം പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവൻ വിചാരിച്ച നമ്മള് ട്രിപ്പ് പോവാ, അല്ല നമ്മള് വീട്ടിൽ നിന്ന് പോവാ. ഭയങ്കര മൂഡ് ഓഫ് ആയി കേട്ടോ ആള്, ഭയങ്കര മൂഡ് ഓഫ് ആയി. അവൻ ആ നിക്കുന്ന നിപ്പിലങ്ങ് നിക്കോ നമ്മളെല്ലാം നോക്കിയിട്ട്. കാരണം അവന് മനസ്സിലായി നമ്മൾ എങ്ങോട്ടോ പോവാന്ന്. അവനെ കൂടാതെ പോവാന്നുള്ളതായിരുന്നു അവന്റെ മെയിൻ വിഷമം എന്ന് പറയുന്നത്. ഫുഡ് കൊടുത്ത് മറ്റത് ഫുഡൊക്കെ ആക്കുമ്പോ സൈഡിൽ ഒരു തുള്ളിയും കഴിച്ചില്ല കേട്ടോ. അവന്റെ ഫേവറേറ്റ് ഒരു ബിസ്ക്കറ്റ് കൊടുത്തപ്പോ മനസ്സില്ലാ മനസ്സോടെ ചെറിയൊരു കഷ്ണം എടുത്തിട്ട് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് ഒരു കുത്തി അങ്ങിരുന്നവൻ. അതെ, ഫുഡ് കഴിച്ചില്ല. അതുകൊണ്ട് നമ്മള് ടിമ്മിൽ കയറിയപ്പോ ഡോഗ് ട്രീറ്റ്സ് മേടിച്ചു കൊടുത്തു. അതെ, 2 ചെറിയൊരു ടിംബിറ്റ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും കാണാനില്ല. ഫുൾ വൈറ്റ് ആണ് കണ്ടോ. അയ്യോ, കംപ്ലീറ്റ് സ്നോ കയറി കിടക്കുകയാണ്. അജുവിന് സമ്മർ ആണോ വിന്റർ ആണോ ഇഷ്ടം? എടോ, എനിക്ക് ആക്ച്വലി സമ്മറാണ് ഇഷ്ടം. കാരണം നേരത്തെ നമ്മൾ വീഡിയോ പറഞ്ഞ പോലെ ഈ വിന്റർ ആകുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് എങ്ങും പോകാനില്ല, മനസ്സിലായോ? കാരണം എല്ലാ ഇപ്പം നമ്മളിപ്പോൾ ടൂറിസ്റ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻസും കാര്യങ്ങളും എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും. പ്രത്യേകിച്ച് ഒരു ആക്ടിവിറ്റി ഇല്ല, നേരെ ജോലിക്ക് പോവാ, തിരിച്ച് വീട്ടിൽ വരിക, ആ പരിപാടി മാത്രമേ ഉള്ളൂ. എനിക്ക് വിന്റർ ഇഷ്ടം. എല്ലാരും ഇത് ചോദിക്കുമ്പോൾ ഞാൻ വിന്റർ ഇഷ്ടം എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും നിങ്ങൾക്ക് എന്റെ വിന്ററിന് ഇപ്പൊ ഇവിടുത്തെ സമ്മർ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കഴിഞ്ഞ സമ്മർ ഭയങ്കര ചൂടായിരുന്നു. ശരി, ആ ഒരു ടൈമിൽ സമ്മർ ആകുമ്പോ എന്താന്ന് നമ്മള് എല്ലായിടത്തും പോകും. പക്ഷെ എന്റെ ഒരു ഇത് വെച്ചാൽ എനിക്ക് ചൂടടിക്കാൻ ഞാൻ പെട്ടെന്ന് അങ്ങ് വാടിപ്പോവും. വിന്റർ എനർജറ്റിക് ആയിട്ട് എനർജറ്റിക് ആയിട്ട് വീട്ടിൽ ഇരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. പക്ഷെ നമ്മള് പുറത്ത് പോകുന്നതിലാണോടാ നമ്മുടെ സന്തോഷം. അതെ, പറയടാ. അതെ, ഓക്കെ. അപ്പൊ എന്തായാലും വെറുതെ അഴിക്കുന്നില്ല, നമുക്ക് ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം. സോ ഗൈസ്, നമ്മളെത്തി. നല്ല തണുപ്പുണ്ട്. 4 o'clock ഇപ്പോൾ ഓൾമോസ്റ്റ് 4:10 ആയിട്ടുണ്ട്. നമ്മളിത് എത്തിയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ അടുത്തൊരു
സേഫ്റ്റി സ്റ്റേ. ഇത് വേണ്ട അമ്മ, തണുപ്പുണ്ട്. ഇതിൻ്റെ ബാക്ക് ഫുള്ള് റിവറാണ്, പക്ഷെ അറിയാലോ ദാണ്ട് ഈ തിക്നെസ്സിൽ കിടക്കുക സ്നോ. അപ്പോൾ നമുക്ക് ബാക്കിൽ എത്രത്തോളം അപ്പടി പോട് 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 അങ്ങനെ നമ്മളിത് എത്തി. കണ്ട് കണ്ടോ ഈ തിക്നെസ്സിലാണ് സ്നോ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കൊക്കെ എത്രത്തോളം ഇറങ്ങി നടക്കാൻ പറ്റുമെന്ന് അറിയില്ല. അതെ, ഇതാണ് വീട്. വീടിൻ്റെ ഉള്ളിലോട്ട് കയറ്റാം. ആദ്യം എയറോനെ ഇറക്കി ഒന്ന് ഇതൊഴിപ്പിക്കട്ടെ. അവൻ വാഷ്റൂമിൽ ഇറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ ഫുള്ള് ചെളിയും സോൾട്ട് ഇടും, നമ്മുടെ ഈ റോഡിൽ ഫുള്ള് സോൾട്ട് ഇടും. അത് ഡോഗ്സിന് അത്ര നല്ലതല്ല. അപ്പം നമ്മൾ ഒഴിച്ച് ഇറക്കണ്ടെന്ന്. പിന്നെ വെൽക്കം ടു ന്യൂ ബ്രൻസ്വിക്ക്. നൈസ് ടു മീറ്റ് യു. ഞാൻ ആദ്യം അവനെ ഇറക്കട്ടടാ പിന്നൊന്ന്. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് വീട് കാണിക്കാം. ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നോ? ഒരു ഷോർട്ട് ഡ്രൈവ് ആയിരുന്നല്ലോ, അത്യാവശ്യം നല്ലതായിരുന്നു. നമുക്ക് വേണ്ടുന്ന ഒരു ബ്രേക്ക് ആയിരുന്നു. അതെ, അത്യാവശ്യമുള്ളൊരു ബ്രേക്ക് ആയിരുന്നു. വരുന്ന വഴി നല്ല അടിപൊളി വെതർ ആയിരുന്നുകൊണ്ട് വണ്ടിയുടെ കോലം കണ്ട. നമ്പർ പ്ലേറ്റ് ഇവിടെ ഉണ്ട്, പക്ഷേ കാണുന്നില്ല ഗൈസ്. അമ്മാതിരി കഴിക്കാം വണ്ടിയിൽ. ഇതിനൊന്ന് കഴുകിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ചടങ്ങാണ്. ഇനി ബ്ലാക്ക് അലോയൊക്കെ വൈറ്റ് കളറായി. അപ്പം നമ്മൾ എത്തി. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് അല്ലേ? നമ്മൾ കുറച്ച് ടൈം എടുത്ത് കാണാതെ അവിടെ നിൽക്കുന്ന ആളെ സെറ്റാക്കാൻ വേണ്ടി ടൈം എടുത്ത്. അപ്പൊ അവൻ വീട് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് അല്ലെങ്കിൽ നമുക്കൊന്നും കാണിക്കാൻ പറ്റില്ല. മനുഷ്യൻ അത് നാവ് തിരിയുന്നിടത്താണ് ടെമ്പറേച്ചർ പുറത്ത്. ടെമ്പറേച്ചർ എനിക്ക് -20 കണ്ടാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. നമ്മളിപ്പോ സ്റ്റേ ചെയ്യുന്ന എവിടെയാ? ഷെഡിയാക്ക് എന്ന് പറയുന്ന ഒരു പ്ലേസിലാണ്. ഒരുപാട് വലുതൊന്നുമില്ല, പക്ഷെ ഭയങ്കര മിനിമലൈസ് ചെയ്ത് ഭയങ്കര എന്ത് പറയുന്നത് ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു വീട്. ഓക്കെ, വെൽക്കം ടു വല്ലവന്റെയും വീട്ടിൽ. അപ്പൊ ഇതാണ് വീട്. അപ്പൊ കേറി വരുന്ന എല്ലാം ഓപ്പൺ സ്പേസ്. ഇവിടെ ഫുള്ള് ലിവിംഗ് റൂം ആണെങ്കിലും ഡൈനിങ് ഏരിയ ആണെങ്കിലും ഇത് ആക്ച്വലി ഒരു ലിവിംഗ് റൂം സെഷൻ ആണ് അല്ലേ? ഒറ്റ ഹോളില് അവരെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്നിട്ട് ആദ്യം നമുക്കുള്ളത് ഒരു ലിവിംഗ് ഏരിയ. ലിവിംഗ് ഏരിയ ഇതാണ് ലിവിംഗ് ഏരിയ. ഓക്കെ, 4 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ടേബിള് വിത്ത് ഒരു ടിവി എല്ലാം. അത് കഴിഞ്ഞിട്ട് എന്റെ ഏറ്റവും ഫേവറേറ്റ് സ്ഥലം ഞാൻ കിച്ചൺ സ്പേസ്. ഒരു അജു പറഞ്ഞ നമുക്ക് നോക്കാം, ഒരു സ്പേസ് നോക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ അജുവിന്റെ അടുത്ത് ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, ഫുൾ കിച്ചൺ വേണം. അപ്പൊ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന ഈ ഏരിയ അല്ലേ? ഐലൻഡ് ടേബിൾ ഭയങ്കര രസമാണ്, ക്യൂട്ട് ആയിട്ടുണ്ട്. അപ്പൊ ഇതാണ് കിച്ചൺ. ഫുൾ A to Z സംഭവങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. വിത്ത് കോഫി പോട്ട്സ് എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യും. പെപ്പറുടെ ഞാൻ പെപ്പർ പൊടിക്കാൻ ഇന്നലെ നൈറ്റ് സമയമില്ലാത്തോണ്ട് പെപ്പർ കൊണ്ടൊക്കെ കൊന്നറാ. ഇവിടെ ഫുൾ ഇരിപ്പുണ്ട്. പെപ്പർ കെറ്റില് വിത്ത് ഓവൻ ഗ്രില്ല് എല്ലാം ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. റെഫ്രിജറേറ്റർ ഉണ്ട്. അതിൽ നമുക്ക് ആവശ്യമുള്ളത് എന്നതാ വിനേഗർ, ഐസ് ക്യൂബ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ നോക്കിയിട്ടാ. ഇവിടെ വേറെ ഓവൻ, മൈക്രോവേവ് വിത്ത് കുക്കിംഗ് പാൻസ് എല്ലാം ഉള്ള സംഭവങ്ങള്. ഇതെനിക്ക് ഇഷ്ടമായി. നമുക്ക് ഇത് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ മേടിക്കണേ. കുറച്ച് മഗ്സും വൈൻ ഗ്ലാസും ഇവിടെ കുറച്ച് ഗെയിംസ് കളിക്കാനുള്ള സംഭവങ്ങൾ. അതെ, പിന്നെ ഇവിടെ മറ്റേ ടോയ്ലറ്റ് പേപ്പേഴ്സ്, ഗാർബേജ് ബാഗ്സ്, ഇവിടെ മറ്റേ പ്ലേറ്റ്സ്, അലുമിനിയം ഫോയിൽ എല്ലാം ഉണ്ട്. ഭയങ്കര എന്താ പറയാ, കോമ്പാക്ട് ആൻഡ് ക്യൂട്ട് ആയിട്ടുള്ള ഡിസൈൻ അല്ലേ? ഇവിടെ ഇത് ആക്ച്വലി സംഭവം അറിയോ, ഇത് ഒരു സാധാരണ തടിയില്ലേ പലക, ആ പലക 4 പലക വെച്ച് അടിച്ചിട്ട് അതിനൊരു ഹാൻഡിലും കൊടുത്ത് ഹിഞ്ചസും കൊടുത്തിട്ടാണ് ഡോർ അടി എത്തിക്കുന്നത്. അതിലൊരു ക്യൂട്ട് ആയിട്ടൊരു ലാമ്പും കൊടുത്തിട്ടുണ്ട്. ക്ലീനിങ് പർപ്പസിനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ മെയിൻ സ്വിച്ചും ഏരിയാസും പിന്നെ നമ്മുടെ ഗാർബേജ് അങ്ങനെ കാര്യങ്ങളൊക്കെ, ഗാർബേജ് ബാഗ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അടുത്ത പാൻട്രി. ഓ നൈസ്. അതായത് നമുക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചായ എല്ലാം ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഓരോ കോഫി നമ്മളെല്ലാം ഒരുപാട് ലഗേജ് കൊടുക്കേണ്ടതായിരുന്നു. ഇവിടെ കുറച്ച് കണ്ടെയ്നേഴ്സ്, ബീറ്റർ,
അങ്ങനെ എടാ മിക്സി ഉണ്ടായിരുന്ന ഇത് ബ്ലെൻഡർ ഉണ്ടായിരുന്നു. ഞാൻ അത് കൊണ്ട് കുഴപ്പമില്ല. ഡിഷ് വാഷർ ആയിരിക്കും. ഗ്രീസ് ഡിഷ് വാഷർ വാഷിംഗ് ലിക്വിഡ് അത് നമ്മുടെ കുറേ ഇത് നമുക്ക് ആവശ്യം വരും ഡ്രസ് ആക്കാൻ. ഓക്കെ അതെല്ലാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് വാഷ്. അവിടെ സെയിം ടൈപ്പ് ഡോർ എന്ന് വെച്ചാൽ ഒന്നും പുറത്തേക്ക് കാണില്ല. സ്റ്റാക്കബിൾ ആയിട്ടുള്ള വാഷ് ആൻഡ് ഡ്രയറും കൊടുത്തിട്ടുണ്ട്. എന്ത് കോമ്പാക്റ്റ് ആണ് നോക്കണം. ഓരോ സ്പേസും ചെറിയ ചെറിയ സ്പേസ് വരെ ഒരു മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതെ അതെ. പിന്നെ ഒരു നൈസ് ഒരു ഡൈനിങ് ടേബിൾ. നൈസ് ഒരു ഡൈനിങ് ടേബിൾ. അത് കഴിഞ്ഞിട്ട് ബെഡ്റൂം കാണിക്കാം. അതിന് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ? എനിക്ക് ഈ ടേബിൾ ആക്ച്വലി. എനിക്ക് ബാത്റൂം. ബാത്റൂം അടിപൊളിയാ. ഓക്കേ ഓക്കേ. ബെഡ്റൂം ഇതാണ് ഫ്രണ്ട് ഫേസ്. ഫ്രണ്ട് ഫേസിംഗ്. ഓക്കേ. ബെഡ്റൂമിലും അതേ സ്ലൈഡിംഗ് ഡോർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു ചെറിയൊരു സ്മോൾ ഒരു ബെഡ്റൂം. ഇത് സ്മോൾ ബെഡ്റൂം. അത് ക്ലോസറ്റ് അല്ലേ? അത് ക്ലോസറ്റ്, പില്ലോ, എക്സ്ട്രാ പില്ലോസ്, പിന്നെ ഇവിടെ ടിവി ഉള്ളിൽ കേൾക്കുന്നത്. ഓ നൈസ്. അവിടെ ഞാൻ കണ്ടില്ലായിരുന്നു. ടിവി കിടപ്പുണ്ട്. ടിവിയും കാര്യങ്ങളും. ഇതാണ് ഫ്രണ്ട്. ഇവിടെ ഇതുണ്ട്, നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കേ. വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം, വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. അവിടെ ഒരു മിറർ എല്ലാം ഉണ്ട്. ബാത്റൂം കാണിച്ചു തരാം. Come on guys, let's see the bathroom. Okay. വാഷ്റൂം അതേ ഡിസൈൻ ബെഡ്റൂം നേരെ ഓപ്പോസിറ്റ് സൈഡ് അല്ലേ? അതിനുള്ള ലൈറ്റ്സ് ലൈറ്റ്സ് നോക്കാം നമുക്ക്. അതിൽ എന്തോ ഒരു മെയിൽ അവർ പറഞ്ഞിട്ടുണ്ട് ലൈറ്റ്സ് ഓൺ ആക്കുന്ന രീതി എന്തൊക്കെയോ. എന്ത് രസമാണ്. അതെ. സി ഒരു ടബ് ഉണ്ട്, പിന്നെ അതുപോലെ ഒരു സ്റ്റാൻഡിങ് ഷവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ടവൽസും കാര്യങ്ങളും, ഒരു കോമ്പാക്ട് ആയിട്ടുള്ള ഒരു വാഷ് ബേസിന്. കുറച്ച് കോട്ടൺസ് ഒക്കെ ഇതൊക്കെ എന്ത് അടിപൊളിയായിട്ട് ഡെക്കോറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഐഡിയ ഉള്ള ടീമുകളാണ്. ഇവിടെയും കുറച്ച് ഡെക്കോറും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ടവൽസും പിന്നെ ഹെയർ ഡ്രയർ, സാനിറ്ററി പാഡ്സ് വരെ അവർ കീപ്പ് ചെയ്തിരിക്കും. ടവൽസും എല്ലാം നൈസ് നൈസ്. ഓക്കെ അടിപൊളി കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബാത്റൂം. ഇനി പുറത്തേക്ക് വാ. ഓക്കെ ഇതാണ് സമ്മർ ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഇത് ആക്ച്വലി തുറന്നേമോ സി ആ കാണുന്ന ഒരു ലേക്കാണ് നമ്മൾ ആ ദൂരെ കാണുന്നത്. അത് ഇത് ഫുള്ളൊരു ഗ്രീനറി ആയിട്ട് വരുന്ന ഒരു ലോൺ ഏരിയ ആണ്. പക്ഷെ അതിപ്പം സ്നോ ആയപ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് പോയി. പിന്നെ ഇവിടെ നമുക്ക് ഔട്ട്ഡോർ സമ്മറിൽ ഇരിക്കാനായിട്ട് കുറച്ച് ചെയർസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇത് ഫയർ പിറ്റ് ടേബിൾ ഉണ്ട്. അതുപോലെ ഒരു ഹോട്ട് ടബ് ഉണ്ട്. ഇത് ആക്ച്വലി ഓൺ ആണ്. അമ്മു തുറന്നിടാം. എടോ അവനെ അങ്ങോട്ട് വേടോ. അമ്മു അവനങ്ങ് ഓടി. സൈഡിൽ കൂടെ അങ്ങ് ഓടി. തുറന്നിടോ. അവനവിടെ വേറെ ഡോഗ് മുള്ളിയിരിക്കുന്നത് മണപ്പിക്കാൻ പോവാ കേട്ടോ. ഇവന്റെ കാര്യം തണുക്കുന്നോ. എന്റെ കാല് ശരിപ്പെടാത്തോണ്ടേ നല്ല തണുപ്പാ. ഭയങ്കര ഇത് ഓൾറെഡി അവര് സെറ്റ് ചെയ്ത് 24/7 വർക്കിംഗ് ആണ്. 24/7 വർക്കിംഗ് ആണ്. അവർ ആക്ച്വലി യൂസ് ചെയ്യുന്നത് അവിടെ ഒരു ബാർബിക്യൂ ഗ്രില്ല് വെച്ചിട്ടുണ്ട്. കൈയൊക്കെ വറക്കുന്നോ. വേറൊരു കാര്യം കാണിച്ചേട്ടെ. ഈ ഒരു പ്രോപ്പർട്ടിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സൺസെറ്റ് ഉണ്ടോ. ഭയങ്കര രസമാണ് ഇവിടുന്ന്. അതാ പ്രത്യേകിച്ച് ആ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ആക്ച്വലി അത്ര ക്ലിയർ അല്ല അത്. ഇപ്പോൾ സമ്മറൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ലതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓ ഇവന്റെ പുറകെ പോയിട്ട് കിടന്ന് കഥയ്ക്കുന്നു. ഏറോ ഏറോ എങ്ങനെയുണ്ടാ വീട്? മോമോ. ഓ മോമോ എന്ന് വിളിച്ചപ്പോ നോക്കുന്നുണ്ടമ്മു. മോമോ അവന്റെ കാമുകിയാ കാമുകി. എന്താണ് പരിപാടി? എന്താ ഡിന്നർ? എന്താ ഡിന്നർ? ചിക്കൻ ഗ്രില്ല്, പ്രോൺസ് ഫ്രൈ, ബീഫ് സ്റ്റൂ. പ്രോൺസ് ഉണ്ട്, ബീഫും ചിക്കനും അല്ലേ? എനിക്ക് കിടന്ന് അരിയാനും പറക്കാനും വയ്യ. അപ്പൊ ഞാൻ പെട്ടെന്ന് ആക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതാണ്.
എന്താണ് എന്താ പരിപാടി? ഞാൻ എന്താ കുക്ക് ചെയ്യുന്നടാ? ഓ മൈ ഗോഡ്, എന്താണ്? ബീഫ് സ്റ്റേക്ക്, പ്രോൺസ് ഫ്രൈ, പ്രോൺസ് ഫ്രൈ, പിന്നെ ചിക്കൻ ഫ്രൈയും കൂടെ ഉണ്ട്. ഇത് ചിക്കൻ വേണോ? അല്ല, ഇത് ബീഫിടാ. ബീഫ് സ്റ്റേക്ക്. വേഗം പോയി കുളിച്ചിട്ട് വന്നു കേട്ടോ. കാരണം ഞാൻ ഉറങ്ങിയപ്പോ അല്ല ഒന്ന് ഫ്രഷ് ആയപ്പോ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം മാറി. ഞാൻ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. കാരണം ഷിഫ്റ്റിന്റെ എല്ലാത്തിനും ചെറിയൊരു ക്ഷീണമുണ്ട്. ഹാങ് ഓവർ ഒന്ന് മാറണം. എന്നിട്ട് ഇതെല്ലാം കഴിക്കാനുള്ള വേഗം പോയി ഫ്രഷ് ആവാ. ഓക്കേ. ബീഫ് സ്റ്റേക്ക്, പ്രോൺസ് ഫ്രൈ, ബാർബിക്യൂ ചിക്കൻ, പിന്നെ മാംഗോ ജ്യൂസ്, ചിപ്സും കുറച്ച് പരിപാടികളൊക്കെ. യെസ്, ഓൾറൈറ്റ്. അപ്പൊ തുടങ്ങിയാലോ നമുക്ക്? അവൻ ആ ഗ്യാപ്പിൽ കൂടെ വെളിയിലോട്ട് നോക്കിക്കൊണ്ട് കിടക്കാം. വേണ്ട, അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് ഓർമ്മടിയിൽ, അതിലേക്ക് കൂടെ നോക്കിക്കൊണ്ട് കിടക്കാം. ഇടാ പൊട്ടാ. ഓക്കെ, അപ്പം തുടങ്ങിയാലോ? നമുക്ക് മാംഗോ ജ്യൂസ് അടിക്കടാ. മാംഗോ. ഓക്കേ, ഹാപ്പി ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഒരു 100 വർഷം ഇങ്ങനെ അങ്ങ് പോട്ടെ. கொஞ்சம் ஓவர் தானே. പറ. 100 വർഷം അജിപ്പിന് ഞാൻ കൂടെ ഉണ്ടാവാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെടാ. അത്രയ്ക്കും വേണോ? അതെ, 100 വർഷം 200 വർഷം. അപ്പൊ നമ്മള് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യണല്ലോ. ഓക്കെ, ടേസ്റ്റ് ചെയ്യടാ. പ്രോൺസ് നോക്കട്ടെ. നമ്മുടെ ഏറ്റവും ഫേവറേറ്റ്. ഞാൻ മുമ്പ് അടി ഉണ്ടാകുന്ന ഏറ്റവും ഒരു കാര്യം പ്രോൺസ്. ബാക്കി എല്ലാ കാര്യം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ പ്രോൺസ് രണ്ടുപേർക്കും പൊളിയുമോ? ഫ്രൈ ബീഫ് സ്റ്റേക്ക്. ബീഫ് സ്റ്റേക്ക് ഫ്രൈ ചെറിയ പീസ് ചെയ്യട്ടെ. ഒരു സ്മോൾ പീസ് കട്ട് ചെയ്ത്. ഞാൻ ഡെയിലി ഫോർക്കും സ്പൂണും വെച്ച് കഴിക്കുന്നുണ്ട് വലിയ വിഷമില്ല. ഡെയിലി ഫോർക്കും സ്പൂണും വെച്ച് കഴിക്കുന്നത് ആളായതുകൊണ്ട് വലിയ വിഷമില്ല. അതെ, ഒരു സ്മോൾ പീസ്. ശരിക്കും വേണ്ടിട്ടല്ല, ശരിക്കും അതെ. ഡ്രൈ അല്ല, ജ്യൂസിയോ അങ്ങനെ സ്റ്റേക്ക് വേണ്ടത്. ശരിക്കും നമ്മളെ സ്ലോ കുക്ക് ചെയ്യുമ്പോൾ ഒരു ഫീൽ കിട്ടില്ലേ, അതേ സംഭവം. നൈസ്, ഗുഡ്. ചിക്കൻ ആസ് ഓൾവേസ് അമ്മുവിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിഷസ് ആണ്. ചിക്കൻ അമ്മു അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്യും. അതുകൊണ്ട് ചിക്കൻ അമ്മുവിൻ്റെ ഫേവറേറ്റ് അല്ല, വൺ ഓഫ് ദി ബെസ്റ്റ് ഡിഷസ് ആണ്. എപ്പോഴും പോലെ തന്നെ ചിക്കൻ അടിപൊളി. അപ്പം എല്ലാ സംഭവം അടിപൊളി. നമ്മുടെ ഹാപ്പി ആനിവേഴ്സറി ആഘോഷം. ഹാപ്പി ആനിവേഴ്സറി ഞങ്ങളുടെ ഹാപ്പി ആനിവേഴ്സറിയാ. അപ്പം കഴിച്ചാലോ മോനെ? അപ്പൊ ബൈ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ചുമ്മാ കണ്ടിന്യൂഷൻ ആണല്ലോ, ആ ഫ്ലോയിൽ പറഞ്ഞു പോയതാടാ. ഇപ്പൊ രാവിലെ 9 മണിയായിട്ടുണ്ട്. ഒരു 8:30 ആയിപ്പോ നമ്മൾ എണീറ്റല്ലേ ജു? നല്ല അടിപൊളി വ്യൂ അല്ലേ? മറ്റേ മൈഗ്രേറ്റിംഗ് ബേർഡ്സ് ഒക്കെ ഉണ്ടടാ. ഡക്സ് ഉണ്ടോ? കണ്ടോ? എനിക്ക് ആണോന്ന് അറിയില്ല കേട്ടാ, ചിലപ്പോ അപ്പുറത്ത് വളർത്തുന്ന ഡക്സ് അല്ലേ ആയിരിക്കും. ഇതേ കണ്ട ഫുള്ള് ഡക്സ് അവിടെ. ഏറോ, ഗുഡ് മോർണിംഗ് ഏരോ. ഗുഡ് മോർണിംഗ് ബോബു.
പോവാ. അയ്യോ ഒന്നും ചെയ്യില്ലേ, ഡക്സ് ആണ്, ഒന്നും ചെയ്യില്ലേ. ഇങ്ങ വാ, ഓടിക്കാം, വീട്ടിൽ കയറി. ഗുഡ് മോർണിംഗ് അജപ്പൻ. ഹാപ്പി ആനിവേഴ്സറി ടു അസടാ. എന്നാ പരിപാടി? നമ്മള് ഇത്ര നാളോട് കുടിച്ചിട്ടില്ല, പിന്നെ ഇവിടെ ഇത്ര ഉള്ള സ്ഥിതിക്ക് നമ്മള് ട്രൈ ചെയ്യണമല്ലോ. അതുകൊണ്ട് നമ്മള് ക്രീം ഒഴിച്ചാ അതില് ഓക്കെ സെറ്റ്. ഓ ഇന്നത്തെ പരിപാടി ഉച്ചയ്ക്ക് നമുക്ക് ഫുഡ് കഴിക്കണം. എന്നിട്ട് വൈകിട്ട് നമ്മള് ഫുഡ് എന്തുവാ? കപ്പ ബിരിയാണി. ബീഫും മേടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു, കപ്പ മേടിച്ചിട്ടുണ്ടായിരുന്നു. കപ്പ ബിരിയാണി ഒക്കെ ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്ത് നമ്മള് ഒരു 6 മണിയൊക്കെ പുറത്തു പോകും അല്ലേ? മൗണ്ടൻ ഇവിടുന്ന് ഒരു 15-20 മിനിറ്റ്സേ ഉള്ളൂ. അപ്പൊ നമ്മൾ വെച്ച് ഡിന്നർ മൗണ്ടൻ പോയി കഴിക്കാൻ. അജുവിന്റെ ചെലവില് അല്ലേ അജു? അതെ ഗൈസ്. അപ്പൊ ഇന്ന് ആനിവേഴ്സറി അല്ല, പിന്നെ പരിപാടിയും കാര്യങ്ങളൊക്കെ അതിന്റെ വക. അപ്പൊ ഇവിടെ ഐസ് ഫിഷിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഐസ് ഫിഷിംഗ് ഉണ്ട്. കാരണം അവിടെ ലേക്കിന്റെ ബാക്കിൽ നമ്മളിങ്ങനെ ആൾക്കാർ അവർ ചേർന്നിട്ട് അവർ പോർട്ടബിൾ ആയിട്ടൊരു ടെന്റ് അവിടെ ഫിക്സ് ചെയ്തതിനു ശേഷം ആദ്യം അവർ ആക്ച്വലി നോക്കി എന്താ അറിയോ, കട്ടി ഉണ്ടോന്ന് നോക്കിയേ. ഒഴിഞ്ഞു പോകുന്ന ഏരിയയിൽ അവർ ടെന്റ് ചെയ്യില്ല, കുറച്ച് ഹാർഡുള്ള സ്ഥലത്ത് ടെന്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. കാണാൻ പറ്റുമോ? അത് കാണിച്ചു തരാം. അപ്പോൾ അതില് ഒരാൾ വന്നിട്ട് ഇതുപോലെ ടെന്റ് ഒക്കെ ചെയ്തു. അപ്പോൾ അവർക്ക് പോർട്ടബിൾ ഹീറ്ററും കാര്യങ്ങളും സെറ്റ് ചെയ്യും. അതെല്ലാം ഇരിക്കാൻ പറ്റില്ല, കാരണം നല്ല തണുപ്പിലിരിക്കുന്നത് എല്ലാം ഫുള്ള് സെറ്റ് ചെയ്തതിന് ശേഷം കട്ടി നോക്കാൻ. എന്നിട്ട് അതിനകത്തിരുന്നിട്ടാണ് അവർ ചെറിയൊരു ഓപ്പൺ ചെയ്തത് ഫിഷിംഗ് ചെയ്യുന്നത്. ആ ഒരു കംഫർട്ടബിളായിട്ടിരുന്നു ഒരു ബുക്കൊക്കെ വായിച്ചിരുന്നു. കാരണം ടൈം എടുക്കും. ഓക്കെ, അപ്പൊ അതാണ് സംഭവം. അപ്പൊ ഇന്ന് വൈകിട്ട് നമ്മൾ എല്ലാ വേറെ പരിപാടികളൊന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാം അല്ലേ? ഓക്കെ, ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. എന്തുപറ്റി അമ്മു? എവിടെ പോന്നു? ബാ, നമുക്ക് ആ ജസ്റ്റ് ആ ഐസ് ഫിഷിംഗ് തണുപ്പില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നിനക്ക് തണുക്കുന്ന കമോൺ ഡ്യൂഡ്. ചെവിയിൽ പഞ്ഞിയല്ല, ചെവിയിൽ ടിഷ്യൂ കുത്തി കയറ്റുന്നു. ഇവിടെ നോക്കണോ എന്തോ കറക്റ്റ് ആ ഒരു സ്കൈ വെച്ചിട്ട് എന്ത് രസമുണ്ടെന്ന് നോക്കിയേ. പിന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ ഫിഷിംഗ് എന്ന് പറയുന്ന സംഭവം ആ കാണുന്ന ലേക്ക് അല്ലേ? വേണ്ടമ്മു, ഇതാ നമ്മൾ ആ പറഞ്ഞ ടെന്റ് എന്ന് പറയുന്നത് കണ്ടോ. ആക്ച്വലി ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. പുള്ളി അവിടെ വന്ന് ഒരു കമ്പ് പോലത്തെ സാധനം ഇട്ട് കുത്തി നോക്കിയിട്ട് അവിടെ ജസ്റ്റ് ആ ടെന്റ് സെറ്റ് ചെയ്തതിന് ശേഷം പുള്ളി അതിനകത്തുണ്ട്, ലേക്ക് ഉണ്ട്. അതുപോലെ ആക്ച്വലി പോർട്ടബിൾ അല്ലാത്തൊരെണ്ണം ഇവിടെ ഏരിയയിൽ നമ്മൾ കണ്ടുകൊണ്ടല്ലോ. ഇത് കണ്ടോ, ഇത് പോർട്ടബിൾ അല്ല, ഇത് ആക്ച്വലി അതൊരു ടെന്റ് ഷെഡ് ആയിട്ട് തന്നെ അവർ ചെയ്തേക്കുന്നതാണ്. അതെ, ഒരുപാട് വേറെ ഉണ്ടോ. അത് ആ സൈഡ് കണ്ടോ, ഒരു ബ്ലൂ കളറിലെ അവിടെ ഉണ്ട്. അപ്പൊ ഇതുപോലെ ഓൾറെഡി കുറെ പേര് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് ഇവിടെ ഒരെണ്ണമുണ്ട് ഒരു വൈറ്റ്, അത് സ്നോ പോലെ കൂട്ടിയിട്ടേക്കാൻ തോന്നുന്നു. എന്നാടോ ഒരു എന്തോടോ തലയിലടിച്ച നല്ല വേദനയെടുക്കും കേട്ടാ. അമ്മു ചെറുതായിട്ട് പണി പാളി ഗൈസ്. അമ്മു ദേ ഇതൊക്കെ വെള്ളം, ഇത് ഭയങ്കര ഷാർപ്പാ. അത് ഭയങ്കര ഷാർപ്പാടോ അത്. തലയിൽ കൂടെ ഒന്ന് വീണ് കഴിഞ്ഞാണ്ടല്ലോ മോനെ, ഇത് പരിപാടി തീരും കേട്ടോ. അത് ആക്ച്വലി ഈ വെള്ളം ഇങ്ങനെ ഒലിച്ചു വരുമ്പോഴത്തേക്ക് താഴോട്ട് വരുമ്പോഴത്തേക്ക് അത് ഫ്രീസായി പോകുന്നതാ എയറിൽ കോണ്ടാക്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക്. അയ്യോ സൂപ്പർ ഐസ്. അപ്പൊ ഉച്ചക്കാലത്തേക്ക് പരിപാടി തുടങ്ങാം അല്ലേടോ? ഒരു ചെവിയിൽ വേണ്ട പേപ്പറൊക്കെ കുത്തിക്കിട്ടി. ഓ അവനോട് അവന്റെ ഫ്ലൈയിങ് ടാക്സ് പോയ എന്റെ വിഷമത്തിലാ. കാല് തന്നെ താഴോട്ട് പോയി. മണപ്പിക്കോടത്രേ. അപ്പം ഇന്ന് വെഡിങ് ആനിവേഴ്സറിക്ക് അല്ലേ, കാര്യമായിട്ടൊന്നുമില്ല. അമ്മൂന് ചെറിയൊരു സർപ്രൈസായിട്ടൊരു ഗിഫ്റ്റ് നമ്മൾ കരുതിയിട്ടുണ്ട്. ഒരു ചെറിയൊരു 2 ടോപ്പാണ്. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പോയി വാങ്ങിയതാണ് സാധനങ്ങളൊക്കെ. അപ്പോൾ അതൊന്ന് അമ്മൂന് കൊടുക്കണം. എത്ര മാത്രമേ ഉള്ളൂ.
അമ്മുവിൻ്റെ സർപ്രൈസ് ഒന്ന് കാണാമല്ലോ. അമ്മു ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. വേറെ അവിടെ തകർക്കുന്നു വേറെ ഡോഗിനെ കണ്ടു. എങ്ങനെയുണ്ട്? കൊള്ളാടോ? ചേച്ചീസ് ഗൈഡൻസ് വാങ്ങിച്ചാ ചേച്ചിനെ വീഡിയോ കോൾ ചെയ്തിട്ട് ഞാൻ വേറൊരു കളറാണ് ചൂസ് ചെയ്തത്. അപ്പൊ ചേച്ചി പറഞ്ഞ ബ്ലൂ അമ്മുന് ഇല്ല, അപ്പൊ അതായിരിക്കും കുറച്ചുകൂടി നല്ല പറഞ്ഞു. നല്ലതല്ലേ? ഇഷ്ടപ്പെട്ടോ? അതൊക്കെ വാങ്ങിച്ച് അതൊക്കെ വാങ്ങിച്ച് ഞാൻ നൈറ്റ് ഷിഫ്റ്റിന് ഒന്നിനും പോയി വാങ്ങിച്ചാ. എനിക്ക് സമയം കിട്ടില്ല. ഇട്ട് കാണിക്കണേ. കൊള്ളാ? ഇപ്പോഴത്തെ ഈ തണുപ്പില് പറ്റി നനക്കിടാൻ പറ്റുന്ന മറ്റേത് ആക്ച്വലി സമ്മറിൽ വിടാറോ? ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഡ്രസ് എടുത്ത് വെക്കത്തില്ലായിരുന്നല്ലോ. ഇത് രണ്ടും മതിയായിരുന്നു. ഇത് സമ്മറിൽ വിടാൻ മക്കളെ, കാരണം ഇത് കട്ടി ഇതല്ല ഓപ്പണിംഗ്. ഇത് നമുക്ക് വേണമെങ്കിൽ വിന്ററിൽ ഇടുന്ന സാധനമാണ്. കൊള്ളാം. എന്നൊക്കെ പറയുന്ന പോലെ ഏറോ അവിടെ ഏറോ അവിടെ അവൻ അതിൻ്റെ കോരച്ച് തകർന്ന് അവിടെ കിടന്നു. നോക്കടാ, അവന് ഇഷ്ടപ്പെട്ടു നമ്മുടെ പുതിയ മണ കിട്ടി അവന്. യു വെൽക്കം. അമ്മേ, ഓ യാ, ലഞ്ച് ഈസ് റെഡി. തുറന്നോളൂ. വാവ്, നമ്മുടെ കപ്പ ബിരിയാണി റെഡി. സവോള എടുത്ത് വെച്ചിങ്ങനെ, സവോളയും കൂടെ അരിഞ്ഞ് ഇതാക്കി സെറ്റ് ചെയ്ത് ഗാർണിഷ് ചെയ്യാനാ. അവൻ എന്താണോ ഏറോ? ഓ, ഏറോ ഓൺ ഡ്യൂട്ടിയാ. ആ കുറച്ച് നേരമായിട്ട് പുറത്തോട്ട് നോക്കണേ ഏറപ്പാ. കുറച്ച് നേരമായിട്ട് അവൻ പുറത്തോട്ട് നോക്കി കിടക്കും, കാവൽക്കാരനെ പോലെ. ഇനി ആരെങ്കിലും വന്നാലോ എന്ന് വിചാരിച്ചിട്ടേ. അവനാണല്ലോ ഇവിടെ. എന്താണോ കഴിക്കാം? ഓ, കാണുന്നതിന് പുതിയ നീ എന്തൊരു ജാക്കറ്റ് ഒക്കെ ഇട്ട് നടത്തിക്കാൻ കൊണ്ടുപോയതാ. ഓ, തണുപ്പ് അടിപൊളി തണുപ്പാണേ. -20 കണ്ടാ പുറത്ത്. 22 കണ്ടാന്ന് തോന്നുന്നു. നമുക്ക് മറ്റേ ഡ്രൈ നത്തോലിയും കൂടെ എടുത്താലോ? ആ, അതും എടുക്കാം. പക്ഷെ എനിക്ക് ഇതിനോടൊന്നും വേണ്ടടോ. എനിക്ക് ആ ഒരു ബീഫിന്റെയും കപ്പയുടെയും ടേസ്റ്റ് നല്ല മണം ഉണ്ടായിരുന്നു. പക്ഷെ കുക്ക് ചെയ്ത് വന്നപ്പോ പിന്നെ കുറച്ച് അത് ഡ്രസ്സിങ് അല്ലേ? കുറച്ച് സളവളയും കുറച്ച് പച്ചമുളകും വേണ്ടായിരുന്നു. ഇരിക്കട്ടെ, ഒരു വഴിക്കുമല്ലേ എരിഞ്ഞ് ആവൂടെ. എനിക്ക് ഞാൻ എടുക്കുമ്പോ എനിക്ക് പച്ചവളം വേണ്ട. അതുകൊണ്ടാ ഞാനേ റെഡി ആയിക്കോളൂ. എനിക്ക് ഗിഫ്റ്റ് ഒന്നും മേടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഹാപ്പി ആനിവേഴ്സറി. Oh yeah baby, looks good, looks yummy കേട്ടോ. ഒന്നുമില്ല, പോടെ വിടുന്നു കണ്ടോ, അടിപൊളി. Let's go. Yes, come on. എടോ സംഭവം കേട്ടോ മോനെ, ആ ഒരു ഇതൊക്കെ നല്ല അടിപൊളി. ആംബിയൻസിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല, ടേസ്റ്റിൽ മാത്രമേ ഞാൻ കോംപ്രമൈസ് ചെയ്യുള്ളൂ. Let's try this baby. അയ്യപ്പനെ കുറിച്ചിട്ടല്ലോ, അതല്ലേ ഫേവറേറ്റ് സിനിമ. എത്ര കണ്ടാലും മടുപ്പ് വരാത്തൊരു സിനിമ. Let's do it. Come on. Okay. നമ്മളെ എന്തെങ്കിലും ഫുഡ് കഴിക്കണമല്ലോ. അപ്പൊ നമ്മൾ ആക്ച്വലി ഒരു മലേഷ്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് നമ്മുടെ പ്രശാന്ത് ഏട്ടൻ, പുള്ളി ഇവിടെ മൗണ്ടനിലുണ്ട്. ചോട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി ചേട്ടനിവിടെ മൗണ്ടനിലുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞാൽ മലേഷ്യൻ
മലേഷ്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്, നല്ലൊരു മലേഷ്യൻ റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടെ പോയി ഫുഡ് കഴിക്കാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. നമ്മുടെ കൂടെ വർക്ക് ചെയ്ത പ്രശാന്ത് ഏട്ടനാണ് പുള്ളി സജസ്റ്റ് ചെയ്തത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഇപ്പൊ സമയം 6:27. സമയം ഇപ്പൊ 6:27 ആയിരിക്കുന്നു. അതെ, പമ്പ് ഹൗസ് ഇതൊക്കെ കൊള്ളലിട നോക്ക്. നല്ലൊരു സ്ഥലമാണ്. ശരിയൊക്കെ ചെറിയൊരു ടൗൺ ആണ്. അത്യാവശ്യം സാധനങ്ങൾ കൊണ്ടുവന്നു കേട്ടോ. ഡിക്കി ഉണ്ട്, പെറ്റ് ഹൗസ് ഉണ്ട്, അത്യാവശ്യം നല്ല ടൗൺ. നമ്മുടെ അവിടെയൊക്കെ മറ്റേ എന്റർപ്രൈസ് പോലെ അവിടെ റെന്റൽസ് ഉണ്ട്. ശരിയാക്കി തന്നെ ഒരു റെന്റൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാണ്ട് തന്നെ മറ്റേ ഇത് കൊറേ ഉണ്ടടാ. ഇവിടെ നമ്മളെ മറ്റേ ലോബ്സ്റ്ററിന്റെ കൊറേ സംഭവങ്ങള്. ഇത് ലോബ്സ്റ്റർ ക്യാപ്റ്റ് ആണ്. നമ്മൾ ലോബ്സ്റ്റർ ട്രൈ ചെയ്തില്ലല്ലേ മോനെ? ഇല്ലടാ. ഓക്കെ, അത് ട്രൈ ചെയ്യാൻ നമുക്ക് എന്തായാലും നോക്കട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് കാർണിവൽ, വിന്റർ കാർണിവൽ അതെന്നതാണ്? ഫാമിലി ഡേ ഫെബ്രുവരി 17. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം അല്ലേ? ഓക്കെ. അങ്ങനെ ഏകദേശം 20 മിനിറ്റ് നമ്മൾ ട്രാവൽ ചെയ്തു. സിൻറ്റാറിയ എന്നൊരു മലേഷ്യൻ റെസ്റ്റോറൻറ്റിലാണ്, മൗണ്ടനിലുള്ള സിൻറ്റാറിയയിലാണ് നമ്മൾ വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല ആംബിയൻസ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് തിരക്കില്ലായിരുന്നു. കാര്യം ഏകദേശം നമ്മൾ ക്ലോസിങ് ടൈമിന് ഒരു 30 മിനിറ്റ്സ് ഉള്ളപ്പോഴാണ് നമ്മളവിടെ ചേർന്നത്. അപ്പോൾ മലേഷ്യൻ ക്വിസീൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആക്ച്വലി മിക്ക ഡിഷസും നമ്മൾ കേട്ടില്ലാത്ത കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അതിൽ നമുക്ക് ട്രൈ ചെയ്ത കുറച്ച് ഡിഷസ് എന്ന് പറയുന്നത് നമ്മൾ മെയിനായിട്ട് ബോണ്ടൻ നാച്ചോസ്, പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ സിംഗപ്പൂർ നൂഡിൽസ് കഴിച്ചു. പിന്നെ നമ്മുടെ ഒരു കറി ലക്സ, അതൊരു കൈൻഡ് ഓഫ് ഒരു സൂപ്പ് പോലെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു നാസി ഗോറിങ് എന്ന് പറഞ്ഞത് ആക്ച്വലി ഫ്രൈഡ് റൈസും പിന്നെ നമ്മുടെ ചിക്കനും ഷ്രിമ്പും ഇട്ടുള്ള ഒരു ഡിഷായിരുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതേ ഇപ്പോൾ വീട്ടിലെത്തി. ഇവനെ ആക്ച്വലി നമ്മൾ ക്രേറ്റിലിട്ടിട്ടാണ് പോയത്. നമ്മൾ പുതിയൊരു സ്ഥലമുണ്ട്, അവനെ അങ്ങനെ ഫ്രീ ആയിട്ട് നമ്മൾ വിട്ടില്ല. അപ്പം അതുകൊണ്ട് ഫ്രീ ആയിട്ട് വിട്ടില്ല. അത് കാരണം കുഴപ്പമൊന്നുമില്ല. വന്നപ്പോൾ നല്ല ഉറക്കമായിരുന്നു കുട്ടി കിടന്ന്. അതെ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ കിടന്നുറങ്ങുക. ഇറങ്ങിയിട്ട് നാളെ രാവിലെ നമ്മൾ ഇവിടുന്ന് വിടും. വേറെ വിശേഷങ്ങളായിട്ട് നമ്മളൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു അടിപൊളി അല്ലേ? ഒരു ചേഞ്ച് ആയിരുന്നു, ഭയങ്കര ആവശ്യമായിട്ടുള്ള അല്ലേ? അപ്പോൾ നമ്മൾ ആ ഒരു വർക്ക് ലൈഫിൽ നിന്ന് പെട്ടെന്ന് മാറി ചേഞ്ച് ഭയങ്കര അത്യാവശ്യമായിരുന്നു. അപ്പോൾ നമ്മുടെ ആനിവേഴ്സറി പ്രമാണിച്ച് നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തു, നമ്മൾ എക്സിക്യൂട്ട് ചെയ്തു അല്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിയുന്നു. അധികം ബോറടിപ്പിച്ചില്ലെന്ന് വിചാരിക്കുന്നു. വീഡിയോ കുറച്ച് ലോങ് ആയിപ്പോയി, കാരണം നമ്മൾ കട്ട് ചെയ്യാൻ പ്രത്യേകിച്ച് നമുക്കൊന്നും തോന്നിയില്ല. അതുപോലെ എടുത്ത് പോസ്റ്റ് ചെയ്ത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം.